പരിപാടി എന്താണെന്നറിയാവോ? ദാ കുറച്ച് എരുന്ത് കിട്ടിയ. ഈ നാട്ടില് എരുന്തെന്നാ പറയുക, നമ്മുടെ അവിടെയൊക്കെ കക്കയിറച്ചി എന്ന് പറയും. കുഞ്ഞാ, തീരെ കുഞ്ഞ്. ഇവിടെ ഇങ്ങനെ എരുന്തെന്ന് പറഞ്ഞാല് ഇങ്ങനെ തൊണ്ടടക്കം കൊണ്ടുവരുവേ. അത് എന്നിട്ട് താളിപ്പുണ്ടാക്കുക, വറുത്തരച്ച് കറി വെക്കുക. ഈ നാട്ടിലെ ഒരു പ്രത്യേക കറി അത് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, തീരെ കുഞ്ഞ്. അതിനകത്തു നിന്ന് പൊട്ടിച്ച ഷെല്ല് കളഞ്ഞിട്ട് തരുന്നതാണ്. ഷെല്ലോടുകൂടി ഇവിടെ എല്ലാവരും കറി വെക്കുക കേട്ടോ. ഇത് നമുക്കിന്ന് ഒരു തോരൻ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ തേങ്ങയൊക്കെ ചേർത്ത് ഇതാ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി ചതച്ചു വെച്ചു. കറിവേപ്പില, പച്ചമുളക് ചതച്ചു വെച്ചു. കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ ഞാൻ ഇതിലെയൊക്കെ പറമ്പിക്കട നടന്നിട്ടൊന്നും എനിക്ക് കാന്താരി ഇതിനകത്ത് ഇടാനും മാത്രം കിട്ടിയില്ല, ഇച്ചിരിയേ കിട്ടിയുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങ, അതുപോലെ തന്നെ പെരുംജീരകമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇച്ചിരി പെരുംജീരകം വേണം. ഇത് കുറച്ചേ ഉള്ളൂ. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഞെക്കി കളയാനൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞായതുകൊണ്ടേ. അഴുക്ക് ഞെക്കാൻ കുറെ പരിശ്രമിച്ചു നോക്കി, ഒന്നും നടക്കത്തില്ല. അത് നല്ല വൃത്തിക്ക് കഴുകി എടുക്കലേ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഒരു പാൻ അടുപ്പേ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പം ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന് ഇട്ടാൽ മതിയേ. ഞാൻ എന്താ അതൊന്ന് പച്ചച്ചവ മാറി വരുമ്പോൾ ചെറിയുള്ളി, ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളക് എരിവിന് പാകത്തിന് എടുക്കണം കേട്ടോ. ഇതിപ്പം ഇത്രയും പച്ചമുളക് വേണം. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വാടിക്കോട്ടെ. അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന എരുന്തിടാം, അല്ല കക്കയിറച്ചി. ഈ കക്കയിറച്ചി നമ്മൾ അച്ചാറിടും, ഫ്രൈ ചെയ്യും, അതുപോലെ തന്നെ എന്താ പറയാ, റോസ്റ്റ് ചെയ്യും. അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാം. ഇത് തീരെ കുഞ്ഞായതുകൊണ്ട് ഞാൻ പീര വെച്ചേക്കുന്നത് കേട്ടോ. പീര വെക്കാനും നല്ല രസമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാവേ. ഒരു പിഞ്ച് മതി. തേങ്ങയ്ക്കകത്ത് നമ്മൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് മതി. ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ എരുന്തൊന്നിട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രേ ഉള്ളൂ സാധനം. അതുകൊണ്ടാണ് തോരൻ വെക്കാന്ന് വെച്ച്. ഇനിയുണ്ടല്ലോ, ഇതൊന്ന് കുറച്ചൊന്ന് വേകാനുണ്ടേ. ഒരു നുള്ള് കൈവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വെന്തോട്ടെ. ചെറു തീയിൽ ഇതൊന്ന് വെന്തോട്ടെ. ആ സമയത്ത് നമുക്കൊരു പണിയുണ്ടേ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയില്ലേ, അതും ഒരു അര സ്പൂൺ പെരുംജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. വേണേ 2 കറിവേപ്പില ഇടല്ലേ. 2 കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാവേ. നമ്മുടെ കക്കയിറച്ചി ഒന്ന് ഇളക്കി നോക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ, നല്ല പോലെ വെള്ളമൊക്കെ വറ്റി സെറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഒതുക്കിക്കൊണ്ടുവന്ന നമ്മുടെ തേങ്ങ ഇല്ലേ, തേങ്ങാ പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കുക. ഒന്ന് മൂടി വെച്ചേക്കാം. തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കാവേ. നല്ല പോലെ ഒന്ന് ആയിക്കോട്ടെ, ആവി കയറിക്കോട്ടെ. തേങ്ങാപ്പീരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. തോരനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി എരുന്ത് അല്ലെ കക്കയിറച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലും ഈ പേര് തന്നെയാണോ പറയുന്നത്? അപ്പം എന്താണെന്നൊന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ചെറിയ എരുന്തല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോരൻ വെച്ചത്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഒക്കെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ലതാ, അഭിപ്രായമൊക്കെ പറയണം ഉണ്ടാക്കിയിട്ട്.
അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.